അപ്പോൾ ഓക്കെ, വീണ്ടും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്ടോപ്പസിനെ തവ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒക്ടോപ്പസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ സ്കിന്നെല്ലാം ബാക്ക് സൈഡിലുള്ള സ്കിന്നെല്ലാം കളഞ്ഞിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് അതിൻ്റെ അടുത്തെല്ലാം നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതിനെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റോളം തിളപ്പിക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, പിന്നെ കുറച്ച് ലൈം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് നമ്മൾ വേവിച്ചെടുത്ത 20 മിനിറ്റ് വേവിച്ചെടുത്ത ഒക്ടോപ്പസിനെ നല്ലോണം മസാല പുരട്ടി മാറ്റി വെക്കാം. കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം, ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ പാനിലോട്ട് ഇപ്പോൾ തവ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തവ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഒക്ടോപ്പസ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും മുരിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ട് അതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തവ ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനെ തവ ഫ്രൈ പോലെ എടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഒക്ടോപ്പസ് ബിരിയാണി തവ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ കഴിച്ചോളൂ. നല്ല സോഫ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ചെയ്യണേ.